പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം തകർന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ഇനി മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മേഖല, കഠിനമായ രോഗങ്ങൾ. ആ രോഗ അവസ്ഥകളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകളിൽ നമുക്ക് കർത്താവ് വിടുതൽ തരും. ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കാത്തവരൊന്നുമല്ല, അവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിച്ചിട്ടും ദുരിതം മാറുന്നില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കും. ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ഈ ജനങ്ങളെല്ലാം പള്ളി വന്ന് പ്രാർത്ഥിക്കുകയാണ്, നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കണേ എന്ന് പറഞ്ഞ് പള്ളി വന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈ നുകത്തിൻ്റെ കെട്ടുകൾ ഇവർ പ്രാർത്ഥിച്ചിട്ട് നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചിട്ട് പൊട്ടിപ്പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കണം. അതാരാ അധികാരമുള്ളവർ? അതാണ് നമ്മുടെ ഇടവകയിലെ വികാരിയച്ചന്മാർ. അത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതത്തിലാണ്. യെശയ്യ 52-ാം അധ്യായം അതിൽ 2-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. വചനം നമുക്ക് നേരിട്ട് പറയാം. ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. നീ പൊട്ടിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ള ആളുകളുണ്ട്, അവരെ കൊണ്ട് അത് പൊട്ടിച്ച് കളയിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന ആത്മീയ ബന്ധനങ്ങൾ, കുടുംബത്തിൽ വീഴുന്ന ബന്ധനങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സ്വഭാവങ്ങൾ, അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നീക്കിയിട്ടും പോണില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ തരാൻ അധികാരമുള്ള പൗരോഹിത്യമുള്ള ഒരാളുടെ അടുത്തേക്ക് പോവുക. ഇടവകയിലെ വികാരിച്ചന്മാർ അങ്ങനെയാണ് കർത്താവ് അവിടെ നിയമിച്ചാക്കിയിരിക്കുന്നത്. ആ വികാരിച്ചന്മാർ അല്ലെങ്കിൽ വൈദികരുടെ ആ ബ്ലെസ്സിങ് വാങ്ങിച്ച് വിടുവിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, അത് കർത്താവ് എന്നേക്കുമായി എടുത്തു മാറ്റി അങ്ങോട്ട് അനുഗ്രഹിക്കും. നമ്മൾ 1000 അല്ലെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നീങ്ങാത്ത കാര്യമാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ തിന്മ ഈ മകനിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അധികാരമുള്ള ഒരാളെ കൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് വെഞ്ചിരിപ്പ് ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ കൺവെൻഷനിൽ ജനറസ് ആയിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു പൊതുവായിട്ടുള്ള ഒരു വിടുതൽ ശുശ്രൂഷയാണത്. ഓരോരുത്തർക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ പവർഫുള്ളാണ് പൊതുവായിട്ടുള്ള വിടുതൽ ശുശ്രൂഷ. അച്ഛൻ പാലായി ചെന്നപ്പോൾ കൊച്ചു ത്രേസ്യ എന്നു പേരുള്ള ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അദ്ദേഹത്തിന് UGC എഴുതിയിട്ട് എത്ര എഴുതിയിട്ടും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെയാണ്, 12 തവണ UGC എഴുതി. 12 തവണ UGC എഴുതി. 12 തവണ. ഒരു തവണ എഴുതി 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ 2 തവണ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ 6 വർഷങ്ങൾ എഴുതി തോറ്റു തുന്നം പാടിയ കുട്ടി ഇങ്ങനെ കൺവെൻഷന് വന്നു. അപ്പോൾ മുഖങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കുന്ന ദൈവം ഒരു ദൂത് കേട്ടു. ആ സഹോദരൻ്റെ വാക്കുകളിൽ നമുക്കിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. ഞാൻ പാലാ രൂപതയിൽ കൂടല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കൊരു കോളേജിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടണം, ഒരു എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്താൽ UGC പറഞ്ഞിരിക്കുന്ന നെറ്റ് എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ കോളേജിൽ ജോലിക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പം 12 പ്രാവശ്യം ഞാൻ ആ പരീക്ഷ എഴുതി. വർഷത്തിൽ 2 പ്രാവശ്യമാണ് പരീക്ഷകൾ. അപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ, ഭരണങ്ങാനത്ത് വെച്ച് കൺവെൻഷൻ കൂടി. അന്ന് അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 12 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ പറ്റിയില്ല, അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാനന്ന് വീട്ടിൽ ചെന്നത് അമ്മയോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, എൻ്റെ തലയെ കൈവച്ച് അച്ഛൻ യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥന എന്തായാലും യേശു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്ന്. ഇനി അട്ടപ്പാടിയിലേക്ക് പോരാൻ പറ്റുമെന്നൊരു വിചാരം ഇല്ലായിരുന്നു. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ഞാനിവിടെ വന്നു. അന്നേരം ഒന്നും റിസൾട്ട് വരാത്തതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. ജൂൺ പകുതിയായപ്പോൾ റിസൾട്ട് വന്നത്. അപ്പോൾ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത്. റിസൾട്ട് വന്നപ്പം 12 തവണ പരീക്ഷ എഴുതി തോറ്റു പോയ ആള് 13ാമത്തെ തവണ ജയിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ എന്നും ഇങ്ങനെ നരകിച്ച് കിടക്കണം എന്നുള്ളതല്ല നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ഹിതം.
നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഹിതം നമ്മളെല്ലാവരും നല്ല സ്ഥിതിയിലായിരിക്കണം. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ അവിടുന്ന് സന്തോഷിക്കുന്നു. നമ്മുടെ നന്മയിൽ ആഹ്ലാദിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താ? അവിടുന്ന് നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്. നമ്മുടെ അപ്പൻ എന്ന നിലയ്ക്ക് നമ്മുടെ ശ്രേയസ്സിൽ, നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അങ്ങനെ സന്തോഷിക്കുന്ന ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ തലകുത്തി മറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നുകം പോകണില്ലെങ്കിൽ നുകം എടുത്ത് ഒടിച്ച് കളയാൻ അധികാരമുള്ളവരെ കൊണ്ട് നുകം എടുത്ത് ഒടിച്ച് കളയിക്കണം. പാലായിൽ അജോമി എന്ന് പറഞ്ഞ കുട്ടി, അജോമി എന്ന് പറഞ്ഞ വേറൊരു കുട്ടി, ആ കുട്ടിയുടെ പ്രത്യേകത എങ്ങനെയാണ്? ആ കുട്ടിക്ക് ശരിക്കും നല്ല ക്ലാസ്സിൽ ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്, ക്ലാസ്സിൽ എപ്പോഴും 1-ാം സ്ഥാനമാണ്. പക്ഷേ പബ്ലിക് എക്സാം എഴുതി കഴിയുമ്പോൾ മാർക്ക് പുറകോട്ട് പോകും. എന്നും ഈ കുട്ടിക്ക് സങ്കടമാണ്, എനിക്ക് റിസൾട്ട് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലൊരു കൺവെൻഷൻ. ആ കൺവെൻഷൻ വന്നപ്പോൾ കുട്ടി പറഞ്ഞു, അഭിഷേകത്തിൽ കുട്ടി പറഞ്ഞു, എനിക്ക് നല്ല റിസൾട്ട് വേണം. അങ്ങോട്ട് പ്രാർത്ഥിച്ചു, ദൈവം അങ്ങോട്ട് കെട്ടുകൾ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ അനുഭവം നമുക്കിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അജോമി മരിയ ജോസഫ്. ഞാൻ പാലാരൂപതയിൽ അമ്പാറനിരപ്പിൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലുണ്ടായിരുന്ന ഒട്ടേറെ തടസ്സങ്ങൾ ദൈവം മാറ്റിത്തന്നു. അങ്ങനെ ദൈവം എനിക്ക് തന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ 10 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിക്കുമെങ്കിലും വേണ്ടത്ര റിസൾട്ട് ലഭിച്ചിരുന്നില്ല. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റായിട്ട് നിന്നാൽ പോലും പബ്ലിക് എക്സാം ആവുമ്പോൾ മാർക്ക് താഴേക്ക് പോവും, 2ഓ 3ഓ സ്ഥാനത്തേക്കൊക്കെ ആയി മാറിപ്പോവും. ഇതിൽ ഒത്തിരി വിഷമം അനുഭവിക്കുകയും പീഡ അനുഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പാലാ സെൻറ് തോമസ് കോളേജിൽ ഞാൻ MA ചേരുമ്പോൾ ഞാൻ കർത്താവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇങ്ങനെയൊരു അവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുതേ എന്നാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം TV-യിലൂടെ സ്ഥിരമായി കാണുകയും ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു റാങ്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എഴുത്തിലൂടെയെങ്കിലും അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ UGC നെറ്റ് എക്സാം ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3rd സെമസ്റ്ററിന് ശേഷം എഴുതുകയും ഫസ്റ്റ് ചാൻസിൽ തന്നെ MA ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ പാസ്സാവുകയും ചെയ്തു. പിന്നീട് MAയുടെ റിസൾട്ട് അതിനുശേഷം ഒക്ടോബറിലാണ് വരുന്നത്. അങ്ങനെ MAയുടെ റിസൾട്ട് UGC നെറ്റ് എക്സാം എഴുതുന്നത് 2011 ഇവിടെ നടന്ന ഭരണങ്ങാനത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ മുഴുവൻ പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു UGC നെറ്റ് എക്സാം. ആ കുട്ടിയുടെ വിശ്വാസം നോക്കിയേ, ഈ 5 ദിവസം ഫുള്ള് ഇവിടെ കൂടിയിട്ട് പിന്നെ പോയി പിറ്റേ ദിവസം പരീക്ഷ എഴുതുക. അങ്ങനെ 23-ാം തീയതി വരെ 23-ാം തീയതിയിലത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ നെറ്റിലൂടെ വീട്ടിലിരുന്നാണ് കണ്ടത്. ബാക്കിയെല്ലാം ഇവിടെ വന്ന് തന്നെ സംബന്ധിച്ചു. അങ്ങനെ 24-ാം തീയതി എക്സാം എഴുതുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ നെറ്റ് പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഒക്ടോബറിൽ എൻ്റെ MAയുടെ റിസൾട്ട് വന്നു. MAയുടെ റിസൾട്ടിൽ ദൈവം എനിക്ക് 1-ാം റാങ്ക് തന്ന നൽകി അനുഗ്രഹിച്ചു. പറയാ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, കുട്ടിയുടെ ജീവിതത്തിൽ ദുഃഖമായിരുന്നു. എന്താ ദുഃഖം? നന്നായി പഠിക്കും, ക്ലാസ്സിൽ ഫസ്റ്റാണ്, പക്ഷേ പബ്ലിക് എക്സാം എഴുതിക്കാൻ റിസൾട്ട് ഇല്ല. അത് നിരന്തരം ക്ലാസ്സിൽ എല്ലാ വർഷവും എഴുതാറുന്ന സ്ഥിതി. പക്ഷേ ആ കുട്ടിക്കൊരു ബോധ്യം കിട്ടി, ഞാൻ എങ്ങനെ എന്നും നരകിച്ചിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമില്ല. ഞാൻ നരകിച്ചിരിക്കുന്നതിനല്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്നതിലാണ് എൻ്റെ ദൈവത്തിന് സന്തോഷം എന്ന കുട്ടിക്ക് തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഇതേമാതിരി ഒരു ശുശ്രൂഷ വന്ന് പങ്കെടുത്ത് ആ വെഞ്ചിരിപ്പ് ശുശ്രൂഷകളിലും വചന ശുശ്രൂഷകളിലും പങ്കെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ സ്വീകരിച്ചു. പിന്നെ പോയി പരീക്ഷ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ MA പൂർത്തി അതിനു മുമ്പ് തന്നെ നെറ്റ് പാസ്സായിരിക്കുകയാണ്. ഇവിടെ അധ്യാപികയായി ജോലി ചെയ്ത് 5-6 വർഷമായിട്ടും പാസ്സാകാത്ത ആളുകൾ നടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി വെറുതെ പോയി സൈഡ് പോയി ഇടയ്ക്ക് ഹോബി പോലെ പോയി എഴുതിയതാണ്, നെറ്റ് സുഖമായിട്ട് അങ്ങോട്ട് പാസ്സായി. അത് ശരിക്കും പഠിച്ചതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കൺവെൻഷൻ കൂട്ടിയിട്ട് പിറ്റേ ദിവസം പോയി എഴുതുക. ദൈവം അങ്ങോട്ട് ബ്ലെസ് ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നവനാണ്. ചെറിയ 1-ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടി മോശമുള്ള എന്ന് വിചാരിക്കരുത്. അവർക്ക് അവരുടെ പരീക്ഷ തോക്കുന്നത് വിഷയം തന്നെയാണ്. UGCക്കാർക്ക് അവരുടെ പരീക്ഷ തോക്കുന്നത് വിഷയം തന്നെയാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രശ്നത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്ന് ഉറക്കെ പറയട്ടെ ഹല്ലേലൂയ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം, അതായത് യെശയ്യാ 52-ാം അധ്യായം 2-ാം വാക്യം, ബന്ധനസയ ജെറുസലേമേ നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക, ബന്ധനസയ സിയോൻ പുത്രി നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജനങ്ങൾ വിടുതൽ പ്രാപിക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ, ചിലരുടെ ജീവിതത്തിലുള്ളത് ശരീരത്തിൻ്റെ രോഗങ്ങളാണ്. എത്ര നോക്കിയാലും ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറിപ്പോകാത്ത ആളുകളുണ്ട്. ഇബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. ആ വചനം നേരിട്ട് പറയാം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രക്ഷിക്കുന്നൊരു ദൈവമാണ് ബൈബിളിലെ ദൈവം. ഇതാ പാലായിൽ ഭരണങ്ങാനം കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരിയുടെ അനുഭവം. ആ സഹോദരിയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയണ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശരീരം മുഴുവൻ പുകച്ചിൽ വന്നിട്ട് അദ്ദേഹത്തിനെ ആർക്കും ഒരു ചികിത്സ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ചോറുണ്ണാൻ പറ്റില്ല, ചായ കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. എന്നാൽ ഇതേപോലെ വചനത്തിൽ വിടുതലിൻ്റെ പ്രത്യാശ ദൂത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിടുതൽ വേണം. കൈ ഉയർത്തി നിലവിളിച്ചു. കർത്താവ് ആ രാത്രി തന്നെ ഇറങ്ങി വന്ന് വിടിവിച്ചു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിസി സെബാസ്റ്റ്യൻ. തടത്തിൽ നിന്നാണ് വീട്ടുപേര്. പാലായിൽ താമസിക്കുന്നു. ഞാൻ 2013 മെയ് മാസം 4-ാം തീയതി കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂടും പുകച്ചിലും ദാഹവുമായിരുന്നു. വെയിൽ കൊള്ളാൻ എനിക്ക് പറ്റിയല്ലായിരുന്നു. ഒരു ദിവസം 10-40 ഗ്ലാസ് വെള്ളം കുടിക്കുകയും 8-10 കരിക്ക് കഴിക്കുകയും എത്രയോ ഗ്ലാസ് മോരും വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഒത്തിരി നേരം നിൽക്കുമ്പോൾ ശരീരം വിറയ്ക്കുകയും ഇരിക്കണമായിരുന്നു. എനിക്ക് ചോറുണ്ടിട്ട് 7-8 മാസമായി. കഞ്ഞി മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർമാരെ കണ്ടപ്പോൾ ഹോർമോൺ വ്യത്യാസം കൊണ്ടാണെന്ന് പറഞ്ഞു. ആദ്യം ആയുർവേദവും പിന്നീട് ഇംഗ്ലീഷ് മരുന്നും ചെയ്തു. എനിക്ക് ഈ പുകച്ചിൽ കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അതേ തുടർന്ന് എനിക്ക് അസിഡിറ്റി വർദ്ധിച്ചു വന്നു. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഞാൻ കുടിച്ചിട്ട് 8 മാസമായി. ഒരു മുളകരച്ച കറി കഴിച്ചിട്ട് 6 മാസമായി. ഞാൻ വെറുതെ മഞ്ഞളും തേങ്ങായും ഉപ്പും ഇട്ടാണ് മീൻ കറി കഴിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു ജീവിതമാണത്! വെറുതെ മഞ്ഞൾ കുടിക്കും. അങ്ങനെ ഇരിക്കെ അതുപോലെ അത് വർദ്ധിച്ച് അർശസും പൈൽസുമായി മാറി. എനിക്കൊരു യാത്ര ചെയ്യാനോ ഒരു വഴിക്ക് പോകാനോ ഈശോയുടെ അടുത്തൊരു ധ്യാനം കൂടാൻ പോകാൻ പോലും എനിക്ക് പറ്റിയല്ല. കാരണം അവിടെ ചെന്നാൽ അവിടുത്തെ ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കത്തില്ല. എനിക്ക് ആകെ സങ്കടമായി. ഞാനൊരു എരിവിട്ട ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറിനകം എങ്ങനെ ഇരുന്നാലും എൻ്റെ വയറിൽ നിന്ന് ബ്ലഡ് അടക്കം മലം പോകും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. എൻ്റെ അമ്മയാണ് എന്നെ വന്ന് നോക്കിയിരുന്നത്. ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വട്ടായിലച്ചൻ വിളിച്ചു പറഞ്ഞു, മലത്തിലൂടെ ബ്ലഡ് പോകുന്ന 2 പേർക്ക് സൗഖ്യം കൊടുക്കുന്നെന്ന്. ഞാനാണെന്ന് അങ്ങ് വിശ്വസിച്ചു. രാത്രിയിൽ വീട്ടിൽ ചെന്ന് അത്താഴം കഴിച്ചപ്പോൾ ഞാൻ ഒരു കാന്താരി മുളക് എടുത്ത് അങ്ങ് തിന്നു. ഒറ്റ കഴിക്കല്. എന്താ കഴിച്ചത്? കാന്താരി മുളക്. കുറെ കാലമായി വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നെടുത്ത് ഒറ്റ കഴിക്കല്. അന്നേരം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ മുളക് തിന്നരുതെന്ന്. ഞാൻ പറഞ്ഞേ തിന്നുന്നില്ലെന്ന്. എന്നിട്ട് ഞാനത് തിന്നു. പിറ്റേ ദിവസം കൊണ്ടാട്ടം മുളക് എടുത്ത് തിന്നു. വീണ്ടും മുളക് എടുത്ത് കറി. കുറെ കാലമായി എരിവെന്ന് പറഞ്ഞ സാധനം എന്താന്ന് അറിഞ്ഞിട്ടേ വെറുതെ മഞ്ഞള് തേങ്ങ പീര കഴിച്ച് കിഴങ്ങൊന്നും എനിക്ക് കഴിക്കത്തില്ലായിരുന്നു. ഞാൻ പിറ്റേന്ന് കിഴങ്ങ് മുളക് അരച്ച് കറി വെച്ചു. അത് ദോശ കൂട്ടി സുഖമായി കഴിച്ചു. ശരിക്കും മുളക് അരച്ച് പേസ്റ്റ് ചെയ്ത് അടിച്ചു വിട്ടു. മീൻ കറി മുളക് അരച്ച് വെച്ച് അതും കഴിച്ചു. ഇന്നലെയും എല്ലാം കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഐസ്ക്രീം കഴിച്ചതുപോലെ വയറിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് നല്ല ഉറക്കവും കിട്ടി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കെടുതികളിൽ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഒരു പ്രതിപാദനമുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം അവിടെ 21 മുതൽ 23 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതായത് സ്നാപക യോഹന്നാൻ 2 പേരെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് സ്നാപക യോഹന്നാൻ സംശയം ഇതാണ്, നീ തന്നെയാണോ വരാനിരിക്കുന്ന യേശു, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് സ്നാപകൻ ഒരു സംശയം ഉണർത്തിക്കുകയാണ്.
ഉടനെ യേശു ഞാനാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്നതിന് അടയാളമായി കുറച്ച് സംഗതികൾ കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ യേശുവാണ്, ഞാനാണ് വരാനിരിക്കുന്ന ദൈവപുത്രൻ, ഞാനാണ് മിശിഹ എന്ന് അറിയേണ്ടതിന് ശിഷ്യന്മാരോട് പറയാണ് ഈ അടയാളങ്ങൾ പോയി സ്നാപകനെ അറിയിക്കുക. യേശു പറയാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഉറക്കെ പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനാണ് യേശു, ഞാനാണ് വരാനിരിക്കുന്നത് എന്നതിന് അടയാളമായി യേശു സ്നാപകന് കൊടുത്തു വിടുന്നത് എങ്ങനെയാണ്? ഇതാ കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത് നീ പോയി യോഹന്നാനെ അറിയിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാനാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഈശോ വിടുതലിൻ്റെ സംഭവങ്ങൾ യോഹന്നാന് ഒരടയാളമായി കൊടുത്തു വിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ജനത്തിൻ്റെ ഓരോ തരത്തിലുള്ള കഠിനമായ അവസ്ഥകളിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ വിടുവിക്കുന്നവനായ കർത്താവാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ യേശു ക്രിസ്തുവിന് പ്രത്യേകമായ ശ്രദ്ധയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ച് നോക്കുക, വളരെ പെട്ടെന്ന് അവിടെ വിടുതലുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് വിടുതലില്ലാത്ത കാര്യങ്ങൾ സഭ സമ്മേളിക്കുമ്പോൾ ദേവാലയത്തിൽ ഞായറാഴ്ചത്തെ പ്രാർത്ഥനകളിലേക്ക് വന്ന് പ്രാർത്ഥിക്കുക, ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, വൈദികരുടെ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ആ പ്രാർത്ഥനകളിൽ കൂടുക. അതുമല്ലെങ്കിൽ ഇതേപോലുള്ള കൺവെൻഷൻ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ കൂടുക. ആ സമയത്ത് കാലങ്ങളായി വർഷങ്ങളായി ഒരാൾക്കും വിടുതൽ തരാൻ പറ്റാത്ത തരത്തിലുള്ള കഠിനമായ തിന്മകളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് വിടുവിക്കുമ്പോൾ, വെഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്നേക്കുമായി വിട്ടൊഴിഞ്ഞു പോയി ആ കുടുംബങ്ങളും സ്ഥാപനങ്ങളും വിടുതൽ പ്രാപിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഉയർത്തി പറ, ഒന്നും കൂടെ ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു തകർച്ച നമ്മൾ അനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ മേഖലയിലാണ്. അടുത്തൊരു തകർച്ച മനുഷ്യൻ സാധാരണ അഭിമുഖീകരിക്കുന്നത് പൈശാചിക പീഡകളുടെ കാര്യത്തിലാണ്. ദുഷ്ടാത്മ ഉപദ്രവങ്ങൾ, അന്ധകാര ശക്തികളുടെ ശല്യങ്ങൾ. ആ ശല്യം ഒരു ദൈവവൈദ്യൻ അലട്ടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മന്ത്രവാദിയുടെ അടുത്തേക്ക്, ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക്, കൂടോത്രക്കാരൻ്റെ അടുത്തേക്ക്, ക്ഷുദ്രക്കാരൻ്റെ അടുത്തേക്ക് അല്ല ഒരു ദൈവവൈദ്യൻ പോകേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അതിന് വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതിന് സൗഖ്യമുണ്ട്. കാരണം യേശു എന്ന നാമം സാത്താൻ ഞെട്ടി വിറയ്ക്കുന്ന നാമം തന്നെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17 മുതൽ 21 വരെ തിരുലിഖിതങ്ങൾ. ഈശോ ശിഷ്യന്മാരെ ഈ രണ്ട് പേരായി പറഞ്ഞയച്ചു. ശിഷ്യന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നു. അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ കീഴ്പ്പെടുകയല്ല ചെയ്തത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചപ്പോൾ, യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ നൽകിയപ്പോൾ സാത്താൻ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിച്ചു എന്ന് വിശുദ്ധ ലിഖിതം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും ഉന്നതമായ ഒരു വിടുതലാണ് യേശുവിൻ്റെ നാമത്തിൽ നമുക്കുള്ളത്. പേടിയോ ഭയമോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ദുഷ്ടാത്മ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിമത്തം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വിടുതലുണ്ട്. ഇന്ന് നിരവധി വ്യക്തികൾക്ക് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം അവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നത് തന്നെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മ പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് ഛിന്ന ഭിന്നമായി അത് വിട്ടൊഴിഞ്ഞു പോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
ഒരു ദിവസം അച്ഛൻ അട്ടപ്പാടി നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം ധ്യാനം കഴിഞ്ഞ് വെഞ്ചിരിക്കാൻ വേണ്ടി 4 കൊന്ത മേടിച്ചിട്ട് വന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനു വേണ്ടി ഈ കൊന്ത വെഞ്ചിരിക്കുന്നത്? 4 പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കൊന്ത ഇന്നലെ വെഞ്ചിരിച്ചു, ഇത് ഞങ്ങൾ അടുത്തുള്ള കുടുംബത്തിലേക്ക് വേണ്ടിയാണ് ഈ കൊന്ത വെഞ്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള കുടുംബം ഒരു ഹൈന്ദവ കുടുംബമാണ്. ആ ഹൈന്ദവ കുടുംബമാണ് ഈ കൊന്ത വേണമെന്ന് ഇവരുടെ സ്പെഷ്യലായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അവർക്ക് കൊന്തയുടെ ആവശ്യമില്ലല്ലോ. അപ്പം പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഒരു കാര്യം ഉണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബം ഞങ്ങളോട് ശത്രുതയിലായിരുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്തു. അങ്ങനെ കൂടോത്രം ചെയ്തിട്ട് അവർ ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തെങ്കിലും ഞങ്ങൾക്കൊന്നും ഫലിച്ചില്ല. പകരം ആരാണോ ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് അവർക്ക് തന്നെയാണ് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഉടനെ വീണ്ടും അവർ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മന്ത്രവാദി, ഞങ്ങൾ ഇത്രയും പൈസയും തന്നു, ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ശത്രു സുഖമായിട്ട് നടക്കുന്നു, എല്ലാ കേടുകളും ഞങ്ങൾക്കാണല്ലോ സംഭവിക്കുന്നത്, അതെന്താ കാരണം എന്ന് ചോദിച്ചു. ഉടനെ ആ മന്ത്രവാദി പറഞ്ഞു, അങ്ങനെ വരാൻ ഒരു കാര്യമില്ല, ഞങ്ങൾ കുട്ടിച്ചാത്തന് കൃത്യമായ റൂട്ട് കൊടുത്താണ് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇവർ പറഞ്ഞു, എന്നാൽ റൂട്ട് തെറ്റി ഞങ്ങളുടെ വീട്ടിലാണ് വന്ന് കയറിയിരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആ സംഗതി മഷിയൊക്കെ ഇട്ട് നോക്കി, എവിടെ കുട്ടിച്ചാത്തൻ പോയി കയറിയിരിക്കണമെന്ന് ഇങ്ങനെ നേരത്തെ നോക്കിയപ്പോൾ കുട്ടിച്ചാത്തന്മാരെല്ലാം ഈ ഏത് കുടുംബത്തിനെതിരാണോ മന്ത്രവാദം ചെയ്ത് ആ കുടുംബത്തിൻ്റെ അതിർത്തി വരെ പോയിട്ട് അലറിക്കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോരുക. പോരുന്ന വഴിക്ക് ഇവരുടെ വീട്ടിൽ കയറി ശല്യം ചെയ്യാം, ഈ ചെയ്ത ആളുടെ വീട്ടിൽ കയറിയിട്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ആ വീട്ടിൽ പോയി അതിർത്തി വരെ പോയിട്ട് എന്താ അലറിക്കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോരണമെന്ന് ചോദിച്ചു. ഉടനെ മന്ത്രവാദി വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ ഏത് കുടുംബത്തിനെതിരായ മന്ത്രവാദം ചെയ്യണത് ആ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കഴുത്തിൽ വെഞ്ചിരിച്ച ജപമാല കിടപ്പുണ്ട്. ആ വെഞ്ചിരിച്ച ജപമാല കിടക്കുന്നിടത്തോളം കാലം, അത് യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, ആ ജപമാല കിടക്കുന്നിടത്തോളം കാലം നമ്മളിവിടുന്ന് കൂടോത്രം ചെയ്താൽ ആ കുടുംബത്തിന് ഫലിക്കുകയില്ല. അതുകൊണ്ടാണ് കുട്ടിച്ചാത്തമ്മൻ അലറിക്കൊണ്ട് തിരിച്ചു പോരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ഒരു വസ്തു ധരിക്കുമ്പോൾ പോലും ഇത്രമാത്രം ശക്തിയാണ് ആ വ്യക്തിക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിസ്സാര കാര്യമല്ല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയും യേശു ക്രിസ്തുവിൻ്റെ നാമവും. യേശു ക്രിസ്തുവിൻ്റെ നാമം സാത്താൻ ഞെട്ടി വിറയ്ക്കുന്ന നാമമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഒരു ദേശത്തേക്ക് ഗനസേനയുടെ നാട്ടിലേക്ക് വരുമ്പോൾ ലഗ്യോൻ ബാധിച്ചിരുന്ന പിശാചുകളുടെ കൂട്ടം ആവസിച്ചിരുന്ന മനുഷ്യൻ അലറുകയാണ്, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ പിശാചിന് അവൻ്റെ സ്ഥിതി അറിയാം. യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ ആധിപത്യങ്ങൾ തകരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അന്ധകാര പീഡകളിൽ നിന്ന് വിടുതൽ നൽകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ പാപാവസ്ഥകളിൽ നമ്മൾ വിടുവിക്കുന്നു, നമ്മുടെ രോഗാവസ്ഥകളിൽ നമ്മൾ വിടുവിക്കുന്നു, പൈശാചിക പീഡകളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഉയർത്തി പറ, ഒന്നും കൂടെ ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്.